മ്യൂസിക്കൽ വൈഫിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ വിന്നേഴ്സ് ആവുന്നവർക്ക് ലഭിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന സമ്മാനം. ഫസ്റ്റ് പ്രൈസ് വിന്നർക്ക് ലഭിക്കുന്നത് 2 lakhs rupees. സെക്കൻഡ് പ്രൈസ് വിന്നർക്ക് ലഭിക്കുന്നു 1.5 lakhs rupees. തേർഡ് പ്രൈസ് വിന്നർക്ക് ലഭിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്ന 1 ലക്ഷം രൂപ. ടോപ്പ് 5-ലേക്കുള്ള കടുത്ത പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം. ഇവിടെ പെർഫോം ചെയ്യാനായി എത്തുന്നു നിസരി. സുവർണ്ണ നിമിഷം ഞാൻ തേടി വന്ന നിമിഷം നീ പകരുന്നൊരു
വന്ന നിമിഷം വരൂ നീ എനിക്കു തരൂ നീ ഈ ജന്മം ആഹാ സഫലം നിമിഷം സുവർണ്ണ നിമിഷം ഞാൻ തേടി വന്ന നിമിഷം. ഇങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. പറ്റി. ഒന്ന് Okay. തോന്നുന്നു. ചോദിക്കാം. ചോദിക്കാം. ആ ഔസേപ്പച്ചൻ സർ. നിസരി എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം. താങ്ക് യു സോ മച്ച് സർ. ഭയങ്കര എന്നുള്ള മാറ്റി പറയാം. തന്നെ ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ഗംഭീരമായിട്ട് ഇഷ്ടം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നിസരി എന്തോ വേറെ ഒന്നും പറയാനില്ല, അതിഗംഭീരമായി പാടി, വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടാ. ഗോഡ് ബ്ലസ്. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ടെൻഷനും നിങ്ങൾ വളരെ കൂളായിട്ടാണ് Cool ആണ്. പാടുന്നത്. തിങ്സ് ഹവ് ചേഞ്ച്ഡ്. എല്ലാം ആദ്യത്തിൽ നിന്ന് മാറി. നേരെ തിരിഞ്ഞു തിരിഞ്ഞു. കാര്യങ്ങൾ. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങൾ 3 പേരാണ്. ഇനി പ്രസിഡന്റ് പറയട്ടെ. അത് കഴിഞ്ഞ് സെക്രട്ടറി പറയണം. സെക്രട്ടറി ഒന്നല്ല ഞാൻ സെക്രട്ടറി സെക്രട്ടറി അല്ല, ഞാൻ ആ ഭാഗത്തേക്ക് മീഡിയ പോറില്ല. മാനേജർ ആക്കിയിട്ട് വെച്ചാൽ മതി. നല്ല രസമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? ഇഷ്ടപ്പെട്ടോ? അല്ല, എനിക്ക് നിസരി ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക, ഭയങ്കര എല്ലാ വേർഡ്സിനും റിയാക്ട് ചെയ്തിട്ട് അപ്പൊ ഞാൻ വെച്ചു ദൈവമേ വേറെ ഭയങ്കര ആസ്വദിച്ചു. ബോഡി ഫുൾ ആ സാരി ആയോണ്ടാണോ ഒതുങ്ങിയത്, അല്ലാതെ ഇങ്ങനെ 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 ആ വേർഡ്സ് ഓരോ വേർഡ്സിന് റിയാക്ട് ചെയ്യണ്ടായിരുന്നു ബോഡിയിൽ. ഞങ്ങളുടെ പ്രസിഡന്റ് സംസാരം സീരിയസ്ലി ഐ റിയലി എൻജോയ്. ബിക്കോസ് നമ്മൾ പറയില്ലേ, നമ്മളൊരു പാട്ട് പാടുമ്പോ അല്ലല്ല ഞാൻ പറഞ്ഞു മെമ്പർഷിപ്പ് ഞങ്ങളുടെ ഓരോ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. ഇലക്ഷൻ ഇനി ഡോണ്ട് വറി, യു ആർ ദ റൈറ്റ് സ്പീഡ്. താങ്ക് യു. Thank you, ചേച്ചി. പ്രസിഡന്റ് പറഞ്ഞത് അതിന്റെ ശരി. കൂടെ യോജിക്കുന്നു അല്ല. ഓക്കെ ഓക്കെ താങ്ക് യു. താങ്ക് യു സോ മച്ച്. റിസൾട്ട് അറിയാട്ടോ വഴിയെ. വെയിറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമ്മൾ അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം ആര്യ. സല്ലാപം കവിതയായി അലഞ്ഞുറികളോരോരോ കഥകളായി കഥയിലവൾ മാലാഖയായി നിലാപ്പൂക്കൾ വീട് മഞ്ജീരമായി നിശാഗന്ധിതൻ കൈവല്യമായി രാഗമായി മെല്ലെ സല്ലാപം കവിതയായി അലഞ്ഞുറികളോരോരോ കഥകളായി.
കഥകളായി അലഞ്ഞുറികൾ ഓരോരോ കഥകളായി. ഉള്ളിലേക്കുമൊരു സല്ലാപം കവിതയായി അലഞ്ഞുറികൾ ഓരോരോ കഥകളായി. കഥയിലവൾ മാലാഖയായി നിലാപ്പൂക്കൾ വീണ മഞ്ജീരമായി നിശാഗന്ധീതൻ കൈവല്യമായി രാഗമായി മെല്ലെ സല്ലാപം കവിതയായി അലഞ്ഞുറികൾ ഓരോരോ കഥകളായി. ഓക്കെ രഞ്ജിനി ചേച്ചി. ആര്യ മാം സ്വീറ്റ് ഹാർട്ട്, വെൽക്കം ബാക്ക്. താങ്ക് യു മാം. എങ്ങനെയാ ഫീൽ ചെയ്യുന്നു? തിരിച്ചു വന്നിട്ട് ഫസ്റ്റ് സോങ് അല്ലേ? അതെ, എങ്ങനെ, ഹൗ ഡു യു ഫീൽ? ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഈ സ്റ്റേജിൽ ലൈക്ക് ഒരിക്കൽ പോയതാണ്, അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തിരിച്ചു വരാൻ പറ്റുമെന്ന്. തിരിച്ചു ഡ്യുവറ്റ് പാടാൻ പറ്റി, ഇപ്പൊ ഈ സ്റ്റേജിലും വരാൻ പറ്റി. ഭയങ്കര സന്തോഷം. ചേച്ചി ഷൈൻ ചേട്ടാ രണ്ടുപേരും എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങള് നമ്മള് പിന്നെ ശരത് സാറിന്റെ ഭക്തന്മാരാണ് രണ്ടുപേരും. അതെ, ഒന്നും മനസ്സിലാവാത്തോണ്ട് നല്ല പാട്ട് എന്ന് പറയും. സൂപ്പർ സൂപ്പർ. താങ്ക് യു. താങ്ക് യു ചേച്ചി. രഞ്ജേട്ടാ ഷൈൻ ചേട്ടനും ആസ്വദിച്ചോ? പണ്ടൊരു ഡാഡി പറയായിരുന്നു, നന്നായി പഠിച്ചവർക്കും ഒന്നും പഠിക്കാത്തവർക്കും പരീക്ഷ വരാനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. നന്നായിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടാ. കാരണം ഈ പാട്ടുകളൊന്നും ഞാൻ പാടി നോക്കാറില്ല. കാരണം ഇത് അധികം ഫീമെയിൽ പാട്ടുകളല്ലേ. അങ്ങനൊന്നുമില്ല. കാരണം ഞാൻ ഈ ഡ്യുവറ്റിൽ പോലും പെണ്ണുങ്ങൾ വരുന്ന ഭാഗം പാടാറില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാ ആണുങ്ങള്. അത് അങ്ങനെയാണ്. പിന്നെ ഇതിന് അങ്ങനെ തരംതിരിച്ച് അവരുണ്ടാക്കുന്നത്. പെണ്ണുങ്ങൾ എടുക്കുന്ന പല ഹായും നമുക്ക് എടുക്കാൻ പറ്റില്ല. അവരെടുക്കുന്ന റിസ്ക്കും. ഓക്കെ, അമ്മയും അച്ഛനും ഹസ്ബൻഡും മോനും വന്നിട്ടുണ്ട്. ഒന്ന് കൈവക്കിയേ. അച്ഛ, അമ്മ, ഹായ്. ഹലോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഘട്ടത്തിനുള്ള റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ആര്യ, താങ്ക് യു സോ മച്ച്. വെയിറ്റ് ആണ് ഇത്. ഭയങ്കര ഭാരമാണ് ഇത്. നമ്മൾ ചെയ്യേണ്ട പണിയൊന്നും അല്ല, ഇത് സാറ് ചെയ്യേണ്ട പണി എടുത്ത് നമ്മുടെ മണ്ടേ കൊണ്ട് ഇതിലും നല്ല പണിക്ക് എടാ, ഇതിലും നല്ലത് പണിക്ക് പോന്നാ. അതാ നല്ലത്. വൈകുന്നേരം ശമ്പളം കിട്ടും. നമ്മളെ കൊണ്ട് നല്ല കൂടെ ചെയ്യിപ്പിക്കുക. എനിക്ക് വയ്യ, ഞാൻ പഠിക്കാൻ പരത്തില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആനിമേരി വന്നില്ലേ? അല്ല, ആനിമേരി സിസ്റ്റവർക്കിച്ചാണോ? വന്നില്ലടാ. ദോലം മടിച്ചിരിക്കുവല്ല, പിന്നെ ഞാൻ അവളെ കണ്ടു. അതെന്താ അറിയോ, അവളാ ഇപ്പൊ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നേ. അവിടെ അമ്മയ്ക്ക് പ്രഗ്നന്റ്. സത്യമായിട്ടും. ദൈവമേ, ഒരു സ്ത്രീകൾക്ക് ഇങ്ങളെ അസുഖം ഉണ്ടാക്കല്ലേ എന്റെ ദൈവമേ. എനിക്ക് അവിടെ ഞങ്ങളെ വല്യപ്പനാന്ന് 10-78 വയസ്സായി, ഇതുവരെ അങ്ങനെ ഒരു അസുഖം വന്നില്ല. പകരുന്നാന്ന് പറഞ്ഞു. മാസ്ക് വെച്ച് നടക്കണോ? മാസ്ക് വെച്ച് നടക്കണമായിരിക്കും. ഇതിന്റെ തുടക്കം എന്തോ, ആരംഭം എന്തോ? ആരംഭം ഓക്കാനോ?
ഗ്യാസ് ഉണ്ടോ? ഗ്യാസ് അല്ല, അമേരിക്ക യുദ്ധമല്ലേ. അതല്ല, അങ്ങനെ ഗ്യാസ് ഉണ്ടോ? അതുണ്ട്, അതുണ്ട്. പിന്നെ പുളിക്കും. ദൈവമേ, എനിക്ക് പുളിക്കല്ലേ, എനിക്കറിയാൻ വയ്യ. എനിക്ക് ഇന്നലെ ഐസ് കുടിക്കാൻ ചെയ്തു. എന്നാ പുളിക്കും. ആണോ? നീ എവിടെ ഈ യൂണിഫോം എടുത്തേ? കൊള്ളാവോ? അടിപൊളി തുണിയാട്ടോ. ഞാൻ തമിഴ്നാട്ടിൽ പോയെന്ന് പറഞ്ഞില്ലയോ? വഴിസടി, തമിഴ്നാട്ടിൽ പോയി എടുത്തേത്. വഴിസടി ഇട്ട് വിട്ടാണോ? വഴിസടി ഒന്നും അല്ല. പിന്നെ തമിഴ്നാട്ടിൽ ഒരു മാളുണ്ടല്ലോ, സുന്ദരമാളോ? സുന്ദരമാളാന്നോ, വലിയൊരു മാളുണ്ടല്ലോ. നല്ല. അയ്യോ, സാറ് വന്ന് കയറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. 2 ദിവസം കഴിച്ചിട്ട് പറഞ്ഞാ മതി. അത് ഒരുപാട് താമസിച്ചു പോകും. ആ, ഇന്നത്തെ പഠിപ്പിന് കണക്കാ. കണക്ക്. ആ, ഇപ്പൊ ശരിയായി. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ നിർത്തി പഠിപ്പിക്കുക. അല്ല, നിർത്തി പൊരിക്കുമല്ലോ. നിർത്തി പഠിപ്പിക്കുവാന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചു. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് 2 പേരും പഠിച്ചോ? കഴിഞ്ഞ ദിവസം നിങ്ങളോട് 2 പേരോടും ഞാൻ പറഞ്ഞു, പഠിച്ചോ? പഠിച്ചു. ആ, നീ ചൊല്ലിയേ. ഞാനും എന്റെ ആടും 40 പേരും പങ്കായം പൊക്കി. 40 പേരും അല്ലടാ, നിന്റെ കുഞ്ഞമ്മയുടെ മക്കള് മൊത്തത്തിലുണ്ടായിരുന്നു പങ്കായം പൊക്കാൻ. ഞാൻ അതല്ലേ ചോദിച്ചത്. മലയാള പദ്യത്തിലെ പല പല നാളിൽ ഞാനൊരു പുഴുവായി. അതോ? ആ, അതല്ലേ പല പല നാളുകൾ ഞാനൊരു പുഴുവായി. അതേറ്റു. പവിഴക്കൂട്ടിൽ ഉറങ്ങി ഇരുളും വെട്ടവും അറിയാതെ അങ്ങനെ കുറച്ചാൾ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി. ബല 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 ബാഹുബലി പുഴ നീന്തും പായും പൂലി. മലയാള പദ്യത്തിൽ എവിടെ നിന്നിട്ടാ പുത്തച്ചൻ കിടക്കും? അവൻ പാടിന്റെ ബാക്കി പാടല്ലേ പറഞ്ഞേ? അവൻ ഇവിടുന്ന് എടുത്ത് ചാടാൻ പറഞ്ഞാ നീ ചാടുവോ? സാറെടുത്ത് ചാടി. എടുത്ത് ചാടാനോ? എന്റെ തൊട ഞാൻ അടിച്ച് ഞാൻ പൊട്ടിക്കും. ആക്കോമാഷിനെ നമുക്ക് അറിയത്തില്ല കേട്ടോ. അടുത്തത്, കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ട്? താഴെ വീണ് പൊട്ടാതിരിക്കാൻ. താഴെ വീണ് പൊട്ടാതിരിക്കാനാണ് കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത്. എന്താണ് കൊതുക് വെള്ളത്തിൽ മുട്ട? വെള്ളത്തിൽ മുട്ടയിടുന്നത് മുട്ട വിഴിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോ ചോര കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ വെള്ളം കുടിച്ചെങ്കിലും ജീവിക്കട്ടെ എന്ന് അമ്മയുടെ മാതൃ സ്നേഹം കൊണ്ട്. ഏത് കൊതുകിന്റെ അമ്മയ്ക്ക് ഇത്ര മാതൃ സ്നേഹം ഉള്ളത്? ഏത് അമ്മയ്ക്കാ മാതൃ സ്നേഹം ഇല്ലെന്ന്? സാറിന് അമ്മയ്ക്ക് ഇല്ലെന്നും പറഞ്ഞ എല്ലാം അമ്മമാർക്കും അങ്ങനെ. എന്റെ അമ്മയ്ക്ക് കൊല്ലുന്നത് കൊതുക് വെള്ളത്തിൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പല പല അസുഖങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ കൊതുകിനെ പറഞ്ഞു മനസ്സിലാക്കി ഈ മുട്ടയിടുന്ന പരിപാടി വിലക്കണം. എടാ, നമ്മൾ അതുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം എല്ലാം എടുത്ത് മറിച്ച് കളയണം. ആ, നിനക്ക് മനസ്സിലായോ? എന്തുവാ അങ്ങനെ നീ കായലും ആറും ഒക്കെ ആര് മറിച്ച് കളയും? കായലും ആറും തോടുമല്ല, വീടിന്റെ മുറ്റത്ത് ചിരട്ടകളും പാത്രങ്ങളും കെട്ടിക്കിടക്കുന്ന വെള്ളമില്ലേ? ഓ, വീട്ടിൽ അതെടുത്ത് മറിച്ച് കളയാം. വീട്ടിലിരിക്കുന്ന വെള്ളത്തിനാ പ്രശ്നം. ആണോ? അതെന്നും അച്ഛൻ വെള്ളം അടിച്ചിട്ട് വന്ന് കമത്തി കളയുന്നുണ്ടല്ലോ, പിന്നെ എന്നിട്ടും കൊതുക്. പിന്നെ കൊതുക്. അത് പോട്ടെ, 9ന്റെ പട്ടിക ഒന്ന് ചൊല്ലിക്കേ. 9ന്റെ പട്ടിക കണക്കാ ഞാൻ പറയുന്നത്. 9ന്റെ പട്ടിക ഞാൻ 9 9 2 9 99 99 99 99 350. 999. 999 എത്ര? 994. നാലെന്തോ ഇന്ത്യ. നീ എവിടെ നിർത്തിട്ട്? 4 ഇവിടുന്ന് കയറി വന്നു. അപ്പൊ 4 4 എത്ര? 4 4 8. ആ, എന്നാ 8ന്റെ പട്ടിക നീ അല്ലേ? 8ന്റെ പട്ടികയോ? 4ന്റെ പട്ടിക 2 പ്രാവശ്യം ചൊല്ലിയാ പോരെ? 4 പട്ടിക കൊണ്ട് വല്ലടാ. ഒരെട്ടെട്ട്. ആ, 4ന്റെ ആണോ? 8ന്റെ പട്ടിക 4 4 8. ആ, ഒരെട്ടെട്ട്. ആ, ഇരിക്കട്ടെ, ഒരു 16. നോക്കട്ടെ. ആ, നോക്കട്ടെ. ആ, തറേ ആ, എടുത്തേ. ആ, തറേ ആ, പൈറ്റട്ടെ. ആ, പയറ്റട്ടെ. പൈറ്റട്ടെ. പയറ്റട്ടെ. പൈറ്റട്ടെ 80. പയറ്റട്ടെ. നടക്കുന്നത് ആർക്ക് കൊടുത്തു? ആർക്ക് കൊടുത്തു? ഈ സെന്റർ ക്ലിയർ അല്ലായിരുന്നു. അതാ സെന്ററിൽ കിട്ടിയത് നിനക്ക്. അടുത്തത് വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. ഒരു വട്ടം കൂട്ടിയ ഡാഷിന്റെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഇവിടെ എന്താണ് ഡാഷ്? ഇത്രയും പൊക്കമുള്ള ഒരു പട്ടി. ഒരു പട്ടിയാണോ? സുരേഷന്റെ വീട്ടിലുണ്ട്, ഞാൻ പോയി കളിപ്പിക്കും. ഡാഷ് എന്ന് പറഞ്ഞാൽ അത് പൂരിപ്പിക്കാനുള്ള വെറുതെ ഇരിക്കുവാൻ. പുഴയുടെ തീരത്ത് ഡാഷ്, പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ ആർക്കാണ് മോഹം? പട്ടിക്കാണോ? എടാ, അത് കവി എഴുതി വെച്ചിരിക്കുന്നത്. ആ വെറുതെ ഇരിക്കുവാൻ മോഹം കവി എഴുതി വെച്ചിരിക്കുന്ന. അതിന്റെ വാലെ കയറി പിടിക്കരുത് കേട്ടോ. പട്ടിയുടെയോ? അതെല്ലാം പോട്ടെ, 2 പേർക്കും ചിത്രം വരയ്ക്കാൻ അറിയാമോ? നീ വരയ്ക്കണം. നീ വരയ്ക്കത്തില്ലയോ? അതല്ലത്, നിങ്ങൾ 2 പേരും വരച്ച പറ്റുള്ളൂ. നീ ഒരു കാര്യം അങ്ങോട്ട് ചെന്തി വരച്ച ബോർഡിലോട്ട് ഒരു ആനയുടെ ചിത്രം അങ്ങോട്ട് വരച്ച. ഈ വർഷമെങ്കിലും ഈ ക്ലാസ്സിൽ നിന്ന് കയറി പോകാനുള്ള പദ്ധതി നീ ചെയ്തേ പറ്റും. ഞങ്ങള് വന്നു അന്ന് 4 മണിയുണ്ടല്ലോ. സാറിന് ഇവിടുന്ന് മാറിപ്പോയി. ഞാൻ ഇവിടുത്തെ മാഷ. അവൻ വരച്ചവൻ. വരച്ചോ? ഇതെന്തുവാ ഇത്? ആന.
ആന എന്തോ ഇങ്ങനെ നിൽക്കുന്നത്? വലിയൊരു മതിലിന്റെ അങ്ങേ സൈഡിലാ. ആന ഫുള്ളായിട്ട് വരയ്ക്കാനല്ലേ പറഞ്ഞത്? സാറെ കാണണമെങ്കിൽ അങ്ങേ സൈഡിൽ പൊക്കോ. ഞാൻ ഇനി അപ്പുറത്ത് പോകണോ ഓട്ടോ വിളിച്ച്? ആനെ കാണണ്ടേ? നിനക്ക് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇപ്പൊ ഇവ വരയ്ക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ചിത്രം അങ്ങോട്ട് വരച്ചേ. ആന വരയ്ക്കരുത്. ഒരു നദിയുടെ കുറുകെ ഒരു പാലം പോകുന്നത് അങ്ങോട്ട് വരയ്ക്ക് പെട്ടെന്ന്. വരയ്ക്കുമല്ലോ എന്ന് ഞാൻ അറിയട്ടെ. തുപ്പല് വെച്ചു നടക്കരുത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും. ഈ വർഷമെങ്കിലും ജയിച്ചു കയറി പോകണ്ടേ ഈ ക്ലാസ്? സാറിനോ? എനിക്കോ? നിന്റെ കാര്യമാ പറഞ്ഞത്. ജയിക്കണം. ജയിക്കണം. എന്നാൽ പറയുന്ന കാര്യം സ്റ്റമ്പോ? അല്ലല്ല, പാലത്തിന്റെ തൂണ്. ഇതെന്താ? അത് നദി, ഇത് പാലത്തിന്റെ തൂണ്. പാലമന്തിയേ അപ്പുറത്തെ നാട്ടിൽ സ്റ്റേ ചെയ്ത്. അതൊക്കെ പോട്ടെ. നമുക്ക് അടുത്തത് സംഗീതം പഠിക്കാം. ആരാ പഠിപ്പിക്കുന്നേ? ഞാൻ പഠിപ്പിക്കുന്നു. ഇത് തന്നെ ശരിയാകുന്നില്ല, പിന്നെ നീ സംഗീതം. എന്താ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പാട്ട് പാടുവോ? എന്നെ സംഗീതം പഠിപ്പിച്ച ആരാണെന്ന് അറിയാമോ? ഔസേപ്പച്ചൻ. സിനിമാ സംവിധായകൻ. എടാ അതല്ല, ഞാൻ താമസിക്കുന്ന ഹൗസില്ലേ അവിടുത്തെ അപ്പച്ചൻ. എന്നെ സംഗീതം പഠിപ്പിച്ചത്. അപ്പൊ അത് കുറെ നാളുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുക, അടുത്ത അതിലെ ഒരു ചോദ്യം ചോദിക്കാണ്. ഡാഷ് ഗണപതേ. ഇവിടെ ഡാഷ് ചേർക്കേണ്ടത് ZWP ഏതാണ്? ഡബ്ല്യു. അതൊന്ന് പാടിയേ. ചേർത്തൊന്ന് പാടിയേ. ഗണപതി അല്ല, പി ചേർക്കണം. പി ഗണപതേ. അത് മറക്കരുത്. അടുത്തത് സപ്തസ്വരം പഠിക്കാം. ഗമ ഗമ ഗമ. ജാട ജാട ജാട. ജാടാന്നോ? ജാടാന്നോ? സാർ ഇത്ര ഗമ പറയാൻ എനിക്കൊരു ജാട എടുക്കുന്നു. ജാടയല്ലേ, ബാക്കി പറയണം. നീ പറ. പദ പദ പദ. എടാ ഇത് അങ്ങനല്ല, രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞേ. തിരിച്ചു പറയാതെ. എന്റെ ദൈവമേ, അങ്ങനെയാണോ ഈ സംഗീതം പഠിപ്പിക്കുന്നത്? അറിയാവോ? എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ പഠിച്ചിട്ടുണ്ട്. സപ്തസ്വരങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 8. ഒന്ന് പറഞ്ഞു നോക്കിയേ സപ്തസ്വരങ്ങൾ. വരാൻ വഴിയില്ലല്ലോ. അത് തെറ്റാതെ. നീ എവിടെ വരും? ഞാൻ എവിടെ പറഞ്ഞു? സാറ് പറഞ്ഞാ മതി. എടാ നീ ഇത് പാടിക്കഴിഞ്ഞേ നീ വര മതി. അപ്പൊ എന്റെ തലമുറ വേണ്ട. തലമുറ വേണ്ടെന്നല്ല, സപ്തസ്വരം പാടി നീ വര മതിന്ന്. എടാ ഞാൻ വര മതി, നീ ഇല്ല ഇന്ന്. ഞാൻ ഇല്ലേ, പോട്ടെ. ഞാൻ അതല്ല പറഞ്ഞ, സപ്തസ്വരം പാടിക്കഴിഞ്ഞപ്പോ നീ എവിടാ? ഞാൻ ഇവിടെ. ഞാൻ എവിടാന്ന്? നീ ഇവിടാന്നല്ലേ ചോദിച്ചത്. നമ്മള് സരിഗമ പാടി തീർക്കത്തില്ലേ? അന്നേരം സാറെവിടാ? ഞാൻ ഇവിടെ നിൽക്കുവല്ലയോ. സരിഗമ പദനിസ പാടി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. അപ്പൊ നീ എവിടെ പോവും? ഞാൻ വീട്ടിൽ പോകും. എന്റെ ദൈവമേ, അതല്ലേ ചോദിച്ചത്. പറഞ്ഞോളല്ലേ സാറേ? നീ എവിടെ പോവാ? അത് തന്നെ. നീ എവിടെ പോവാ? എനിക്കറിയത്തില്ലേ. ഞാനൊരു സംശയമുണ്ട്. കൊള്ളാം. ഹലോ ടീച്ചറേ, ഇതാരാ? അല്ല അറിയാത്തതുപോലെ എന്താ ഇങ്ങനെ? ചാക്കോ സാറാണോ? ചാക്കോ മാഷാണ്. ഓ മാഷേ. ഞാനിപ്പോ എനിക്ക് പറ്റാത്തൊരു മേഖലയിൽ കയറി ഞാൻ കൈവച്ചിരിക്കുക. അതെന്താ? സംഗീതം. ടീച്ചർ പോയത് പിന്നെ എന്റെ സംഗീതം എല്ലാം ആകെപ്പാടം മൊത്തം പെട്ടിരിക്കുക. അയ്യോ, ഞാൻ പഠിപ്പിച്ച് തന്നതൊക്കെ മറന്നുപോയോ? പഠിപ്പിച്ചതും മറന്നോന്ന്? എവിടെ മറക്കാനാ? ആ ഉടായ്പ പാട്ടുകളൊക്കെ ഞാൻ ഇവന്മാരെ എങ്ങനെയും ഒക്കെ പറ്റിച്ചൊന്ന് ക്ലാസ് എങ്ങനെയും ഓടിക്കണമല്ലോ. ഒരു കാര്യം ചെയ്യട്ടെ, ഈ സരിഗമ പദനിസ പാടി കഴിയുമ്പോ നീ എവിടെ വരും? നീ ഇപ്പൊ എവിടെയാ മാഷേ? അതല്ല, ഞാനിപ്പോ ക്ലാസ്സിലുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്. സരിഗമ പദനിസ പാടി കഴിയുമ്പോ നീ എവിടെ വരും? ഇപ്പം വരുമെന്നോ? ടീച്ചർ ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്തോന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞോ. സംഗീതം പഠിക്കാമല്ലോടാ. അവര് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് പോലും ഇല്ല. അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. സംഗീതം എന്താണെന്ന് നമുക്കൊന്നും അറിയാമല്ലോ. എന്തുവായാലും ഒന്ന് കാണാൻ കുറെ വട്ടങ്ങാണ്ട് കാത്തിരിക്കും. എന്തുവായാലും ഞാൻ കാണും. ഞങ്ങളും ഇങ്ങനെ കൊതിച്ചിരിക്കായിരുന്നു. നിങ്ങൾ കൊതിക്കണ്ട, നിന്റെയൊക്കെ തൊടയടിച്ചാൻ പൊട്ടിക്കും. കാരണം ആ ടീച്ചറിനെ ഇവിടെ നീയൊക്കെ കൂടിയാ പറഞ്ഞു വിട്ടത്. മാഷേ, ചാക്കോ മാഷേ,
വനജ ടീച്ചർ നീ എവിടെ വരും എന്ന് ചോദിച്ചില്ലേ? മാഷേ, എന്താ മുട്ടുകുത്തി വരുന്നുണ്ട്? എത്ര വർഷം ഞാൻ കാത്തിരുന്നു ടീച്ചറെ. ഞാനും എത്ര നാളായി കാത്തിരിക്കുന്നു. ഈ നീന്റെ ഡൗട്ടേ കിട്ടിയുള്ളൂ. അതല്ല, ഈ സപ്തസ്വരം പാടി കഴിയുമ്പോഴേ നീ എപ്പോ വരും? നീ എന്താ വരാത്ത ഇതുവരെ? ഞാൻ വരാത്തതല്ലേ, പിള്ളേർ ഇവിടെ നിൽക്കും. ഞാൻ വരാത്തതല്ലേ ചോദിച്ചത്. സപ്തസ്വരം പാടത്തില്ലേ? അതെ. സരിഗമ പദ നിസ. നീ എന്താ വരാത്തെ? ഞാൻ വരുന്നതല്ല ഇവിടുത്തെ കാര്യം. മാഷിന് നീ വരുന്നില്ലെന്നോ? നീ വരുന്നില്ലേ? ഇല്ല. സരിഗമ പദ നിസ. അയ്യോ, ഇത് ഒത്തിരി പിച്ചായി പോയി. ഒച്ചിരൂടെ താത്തിക്കോ. അപ്പൊ ഞാൻ പഠിപ്പിച്ച ഒന്നും മാഷ് മറന്നിട്ടില്ല. കണ്ടോടെ മക്കളെ പിള്ളേരെ, നിങ്ങൾ കണ്ടോ? ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് മാഷ് മറന്നിട്ടില്ല. നീയോ? നീ തിരിച്ചാണോ അപ്പൊ പഠിപ്പിക്കുന്നേ? പക്ഷേ പാപ്പം പണ്ടത്തെ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ പാപ്പ പറഞ്ഞപ്പോഴാണ് പണ്ട് മാഷ് എന്തോരം പാപ്പം കൊണ്ടുവരുമായിരുന്നു. എനിക്ക് എന്റെ കണ്ണിന്റെ കാഴ്ചയെ നഷ്ടപ്പെട്ടു. എടാ, ഇത് പിടിക്കും. ഇതിന്റെ ക്ലാസ് വരെ ഞാൻ എടുത്തു കളഞ്ഞു. അത്രയ്ക്കും എനിക്ക് സത്യം പറഞ്ഞ വൈരാഗ്യവും ദേഷ്യവും ഇഷ്ടമുണ്ടായിരുന്നു. പണ്ട് മാഷിന്റെ കണ്ണട ഞാനായിരുന്നു. അതെന്റെ അമ്മായിപ്പൻ ഇവിടെ കുത്തി പൊട്ടിച്ചു. അത് ഈ ക്ലാസ്സോട് ചേർത്ത് വെച്ചാ പുള്ളിക്കാരൻ പൊട്ടിച്ചു. നീയുടെ ഡൗട്ട് ചോദിക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഈ നീയുടെ ഡൗട്ട് ചോദിക്കുമ്പോഴെല്ലാം ഞാനിങ്ങ് വരും. ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാക്കി വെക്കരുത്. നീ കയറി പിടിച്ചിട്ട്. അല്ല ടീച്ചറെ, ആ കാര്യം ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ. പിന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു സ്കിറ്റ് ടീമാണ് ഇത്. എനിക്ക് സുജിത്ത്, രാജേഷ്, നമ്മുടെ ഹരി, നമ്മളുടെ ജീവിതത്തിൽ നമ്മളെല്ലാം പല പല ടെൻഷനിലൊക്കെ ഇരിക്കുമായിരിക്കും. പക്ഷേ ഈ ലോകമെമ്പാടും മലയാളികളുണ്ടോ, അവരുടെ ഒക്കെ ഒരു സ്ട്രെസ് മാറ്റി നിർത്താൻ ഇവര് കോമഡിയുടെ വേറിട്ടൊരു മാനം കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ 3 പേരും. അപ്പോ അതിലെ ക്ലാസ് റൂം വിറ്റ്, ഇവരുടെ കുറേ വിറ്റുണ്ട്. ആശുപത്രി വിറ്റ്, ക്ലാസ് റൂം വിറ്റ് ഒരുപാടുണ്ട്. അതിലെ ക്ലാസ് റൂം വിറ്റ് ഏറ്റവും കൂടുതൽ ഹിറ്റായി. ഇന്നും കേരള ജനത ഡെയിലി നൈറ്റ് ഇവരുടെ സ്കിറ്റ് കണ്ടിട്ടേ ഉറങ്ങുള്ളൂ. അതിൽ പെട്ട ഒരാളാണ് ഞാനും. നിങ്ങളെ ലൈവായിട്ട് കാണണമെന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. രജീഷ് പറഞ്ഞു ഒരിക്കൽ നമുക്ക് കൊണ്ടുവരാം, ഏതെങ്കിലും ഒരു വലിയൊരു ഫംഗ്ഷനിൽ കൊണ്ടുവരാന്ന്. പല പ്രാവശ്യം കേട്ടോ നിങ്ങളുടെ പുതിയ എന്തെങ്കിലും കോണ്ടന്റ് വന്നിട്ടുണ്ടോന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരാളാണ് ഇത്. ഞാൻ എപ്പോഴും ഇവരുടെ ഈ സ്കിറ്റില് ഇവര് എപ്പോഴും ഈ വനജ ടീച്ചറിനെ വിളിക്കാറുണ്ട്. അപ്പൊ വനജ ടീച്ചർ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കും ഉണ്ടായിരുന്നു. സ്വന്തം ആളാണ്. ഏറ്റവും ആകാംക്ഷയിലിരിക്കുന്ന ആള് ഞാനാ. ഇപ്പൊ എനിക്ക് ആകെ ഭയങ്കര വിഷമായി. സാറ് വേറെ ഏതോ വനജ ടീച്ചർ എന്നെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ വനജ ടീച്ചറാണിത് അല്ലേ? അപ്പൊ വെറുതെ പറഞ്ഞതായിരുന്നു, സാരമില്ല. അല്ല, ഞാൻ ഈ ചാക്കോമാഷിന്റെ വനജ ടീച്ചറാ സാറിന്റെ വനജ ടീച്ചർ വരുന്നുണ്ട്. വേറെ ഉണ്ടോ? സാർ വിഷമിക്കണ്ട. ഒരുപാട് കോമഡി ആർട്ടിസ്റ്റ് കണ്ടിട്ടുണ്ട്. അവരൊക്കെ അസാധ്യമായിട്ട് പാടുന്നു. തങ്കച്ചനാണേലും ശരി, ഇവരൊക്കെയാണ്. ഹരി അസാധ്യമായിട്ട് തബല വായിക്കും, മൃദംഗം വായിക്കും, എല്ലാം ഉണ്ട്. പഠിച്ചതല്ല മാഷി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അല്ലാതെ അതങ്ങനെ പാടി ഒരു 2 പേര് പാടുന്നല്ല. സാറിന്റെ മുന്നേ ചന്ദന മണിവാതിൽ പാതി ചാരി ചിന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടിയ നീൽക്ക് എന്തായിരുന്നു മനസ്സിൽ. ചന്ദന മണിവാതിൽ പാതി ചാരി
തിരയിളക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ വനജ ടീച്ചറെ ഇങ്ങനെ ഈ വനജ ടീച്ചർ എന്നെ തന്നെ ആക്കും എന്നുള്ളത് അതിൽ താങ്ക് യു. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ സ്കിറ്റിനിപ്പം ഡേറ്റ്സ് എന്നെ വിളിക്കൂലേ? ഇവിടെ ഡേറ്റ് ചോദിച്ചോളൂ കേട്ടോ. ഡേറ്റ്സിനെ അവരെ വിളിച്ചോ, ഡേറ്റിങ്ങിന് എന്നെ വിളിച്ചോളൂ. നിങ്ങൾ 3 പേരും അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഒരുപാട് സ്കിറ്റ് ചെയ്ത് ഒരുപാട് പൈസയൊക്കെ നേടി സന്തോഷമായിട്ട് സമൃദ്ധിയായിട്ട് ആയുരാരോഗ്യ സൗഖ്യമായിട്ട് ജീവിക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന.